ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലൊരു ചെറിയ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു 50 ഗ്ലാസ് പായസമൊക്കെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. സേമിയ പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും കുറച്ച് കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പായസത്തിന് കട്ടി കൂടി പോവുക അല്ലെങ്കിൽ പാലും സേമിയ വേറെ വേറെ നിൽക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരേ രീതിയിൽ എങ്ങനെ കട്ടിയിൽ ഉണ്ടാക്കാം, ഇനിയിപ്പോൾ കട്ടി കൂടിപ്പോയ ആ ഒരു പായസത്തിൻ്റെ രുചി നഷ്ടപ്പെടാതെ തന്നെ എങ്ങനെ ലൂസാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു സേമിയ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ 4 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 1/4 ഭാഗത്തോളം ഇട്ടിട്ട് വറുത്ത് വെക്കുക. ബാക്കി വറുക്കാതെയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു സേമിയ അത്യാവശ്യം നല്ലൊരു കളർ മാറി വരുന്നത് വരെ തന്നെ വറുത്തെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വറുക്കാതെ മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ചാൽ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കൂടുതൽ കിട്ടും. സേമിയയും പാലും വേറെ വേറെ ഒന്നും പോവാതെ രണ്ടും ഒരേ തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി പായസം ഉണ്ടാക്കുന്ന ഒരു വലിയ പാത്രത്തിലേക്ക് 3 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ കുറച്ച് അളവിലൊക്കെ പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ അവിടെ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കുക. പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം പഞ്ചസാര അത്യാവശ്യം കട്ടിയിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അടിഭാഗത്ത് മാത്രമായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, തീ കൂട്ടി വെക്കേണ്ട. പിന്നെ ഈ ഒരു കാരമൽ പെട്ടെന്ന് ആയി കിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു 6-7 മിനിറ്റ് സമയം എടുക്കും. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് കല്ല് പോലെ ആയിട്ടുണ്ടാവും, പ്രശ്നമൊന്നുമില്ല. കുറച്ച് സമയമാകുമ്പോഴത്തേക്കും അതിങ്ങനെ ഉരുകി കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇത് കരിഞ്ഞു പോകരുത്. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കി അങ്ങ് മെൽട്ടാക്കി എടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ലോണം തന്നെ ഉരുകി തുടങ്ങുന്നുണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോട്ടെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് ഇത് മാത്രമാണ് കേട്ടോ. അതായത് കാരമൽ കരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് അങ്ങ് ഉരുക്കിയെടുത്താൽ മതിയാകും. ഇപ്പോൾ അത്യാവശ്യം നല്ല കറക്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കളർ മാറാൻ വേണ്ടി വെക്കുന്നില്ല കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടിൻ മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. മിൽക്ക് മെയ്ഡ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് മിക്സ് ആക്കുന്ന സമയത്ത് പായസത്തിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇതിങ്ങനെ മിക്സാക്കി വരുന്ന സമയത്ത് മൊത്തത്തിൽ അലിഞ്ഞു വരുമൊന്നുമില്ല, കുറച്ച് കട്ട പിടിച്ച പോലെ ആകും. അത് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ മുഴുവൻ പാലങ്ങ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ 4 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. ആദ്യം 1 ലിറ്റർ പാല് ചേർത്തിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. പാല് ഒഴിക്കുമ്പോഴേക്കും ഇതിങ്ങനെ മൊത്തത്തിൽ കല്ല് പോലെ ആയിട്ടുണ്ടാകും. കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട. കാരണം അത് ആ ഒരു പാലങ്ങ് തിളച്ച് ചൂടാകുമ്പോഴേക്കും മൊത്തം അലിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പം ആദ്യം ചേർത്ത 1 ലിറ്റർ പാല് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബാക്കി പാലൊക്കെ ചേർക്കാം. ഇപ്പോൾ ഇതാ അത്യാവശ്യം അലിഞ്ഞ് ഈ ഒരു രീതിയിലേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ പാല് നല്ലോണം തിളച്ച് വന്നപ്പോഴേക്കും എല്ലാം അലിഞ്ഞ് നല്ല കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി 3 ലിറ്റർ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 1.25 ലിറ്റർ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 4 ലിറ്റർ പാലെടുക്കുന്ന സമയത്ത് 2 ലിറ്റർ വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതലും വേണമെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ പാല് കുറച്ച് കൂടുതലും മുൻപിൽ നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാലിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ വെള്ളത്തിൽ. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിച്ച് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും പാലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് തിളച്ച് കിട്ടാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും. കൂടുതൽ അളവുള്ളതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നല്ല കുറച്ച് സമയം എടുത്തിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. പാൽ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു സേമിയ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ച് പോകും. ഇനി സേമിയ ഇതിൽ കിടന്നങ്ങ് വേവട്ടെ കേട്ടോ. അപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. ഇതുപോലെ ഒരു വലിയ സ്പാച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാനായിട്ട് സുഖമായിരിക്കും കേട്ടോ. സൈഡ് ചേർത്ത് ഇങ്ങനെ അടി പിടിക്കാത്ത രീതിയിൽ സുഖമായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതങ്ങ് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് അങ്ങ് തിളച്ചോട്ടെ. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ സേമിയ ഒരു പകുതി വേവൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ചെറിയ സേമിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചെറിയ സേമിയ ആയതുകൊണ്ട് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് കാണാനും കഴിക്കാനൊക്കെ ഒരു ഭംഗിയും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ പായസം ഒന്നുകൂടെ നല്ല കുറുകി സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 4 കപ്പ് സേമിയ ചേർത്ത സമയത്ത് ഒരു 4.5 കപ്പ് സേമിയ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുണ്ടാകും. അതും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു സാബുനരി, ജവ്വരി ഉണ്ടല്ലോ, ചൊവ്വരി, അത് കുറച്ച് വേവിച്ചതാണ് കേട്ടോ. അതായത് ചെറിയ ജവ്വരി കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് വേവിച്ചെടുത്താണ്. ഒരു 1/3 കപ്പ്, അതായത് ഒരു 1/2 കപ്പിലും താഴെ മതി കേട്ടോ. 1/4 കപ്പിനേക്കാൾ ഇത്തിരി കൂടുതൽ, ഒരുപാട് വേണ്ട. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ജവ്വരി നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മൊത്തത്തിലൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ വേവിച്ചിടുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി 2-3 മിനിറ്റ് കൂടെ നല്ലോണം അങ്ങ് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും സേമിയൊക്കെ കറക്റ്റ് വെന്തോളൂ. സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് റെഡിയായി കിട്ടിക്കോളൂ. അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ആ ഒരു സേമിയൊക്കെ മേലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ അത്യാവശ്യം ആ ഒരു ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഒരുപാട് ലൂസിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ സമയത്ത് മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു 1/2 കപ്പും കൂടെ ചേർത്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഒരു മീഡിയം മധുരമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കുത്തുന്ന മധുരമല്ല എന്നാലും. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് മാറ്റം വരുത്താം.
പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഏലക്ക ഒരു ഇത്തിരി 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ഏലക്കയുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസായി നല്ലൊരു ടേസ്റ്റായി കിട്ടാനാണ്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയും ഇത് തിളപ്പിച്ച് കുറുക്കി എടുക്കണ്ട കേട്ടോ. ഈ ഒരു ലൂസിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം. കുറച്ച് സമയം കൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് ചൂടാറുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കട്ടിയായി പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ കറക്റ്റ് അളവ് തന്നെയായിരിക്കും. ചെറുതായിട്ട് അങ്ങ് ചൂടാറുമ്പോൾ നമുക്ക് കറക്റ്റ് കുടിക്കാനുള്ളൊരു പാകത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ കുറച്ച് കൂടുതൽ അളവിലൊക്കെ സേമിയ പായസം ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് പാൽ എക്സ്ട്രാ കയ്യിൽ കരുതണം കേട്ടോ. കാരണം ചില സേമിയ അങ്ങ് വെന്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സാബുനരിയൊക്കെ ചേർക്കുന്നതിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ കട്ടി കൂടി പോവുകയാണെങ്കിൽ പാൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച് ഒഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കരുതണം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടൊന്ന് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരി ചേർത്തിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. കുറച്ചുകൂടെയൊക്കെ എടുക്കുക. എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. ഈസി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂടോട് തന്നെ നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ഒരു പാലും വെള്ളമൊക്കെ കറക്റ്റ് അളവ് തന്നെയായിരിക്കും ഈ ഒരു കട്ടിയിൽ. അതല്ല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലും വെള്ളമൊക്കെ വേണ്ടി വരും. അതായത് ഒന്നുകൂടെ കുറുകി സെറ്റാവും. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതിയാകും. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ പായസം ഉണ്ടാക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ കട്ടിയായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു 1-2 കപ്പ് പാലെടുത്തിട്ട് വേറൊരു പാത്രത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ തിളപ്പിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യും 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഇത്തിരി ഏലക്കായും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കുക. ആ പാൽ ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടാതെ നല്ല അടിപൊളി പായസമായിട്ട് കിട്ടിക്കോളും. അല്ലാതെ വെള്ളമൊന്നും പെട്ടെന്ന് അങ്ങ് ചേർത്ത് മിക്സാക്കരുത് കേട്ടോ. ഇതുപോലത്തെ ഈ ഒരു ഗ്ലാസ്സിലൊക്കെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 50 ആൾക്കൊക്കെ സുഖമായിട്ട് കുടിക്കാനുള്ളൊരു പായസം ഉണ്ടാവുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്